ഇന്ത്യയിൽ ഒട്ടുമിക്ക ഫിലിം ഇൻഡസ്ട്രിയും ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ഫിലിംസിലാണ്. അവിടുത്തെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സിനിമകൾക്ക് അവിടെ നല്ലൊരു മാർക്കറ്റും ഉണ്ട്, വലിയ രീതിയിൽ നല്ലൊരു ഓഡിയൻസും ഉണ്ട്. അതുകൊണ്ട് അവിടെ എപ്പോഴും കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രമേ സംഭവിക്കാറുള്ളൂ. പക്ഷേ എല്ലാ ഇൻഡസ്ട്രിയും ട്രൈ ചെയ്യുന്ന സിനിമകളാണ് എക്സ്പെരിമെന്റൽ മൂവീസ്. ഇങ്ങനെയുള്ള സിനിമകൾ ഒന്നെങ്കിൽ വിജയിക്കാം, വിജയിക്കാതെ ഇരിക്കാം. കാരണം എക്സ്പെരിമെന്റൽ സിനിമകളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. റീസെന്റ് ആയിട്ട് മലയാളത്തിൽ ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസ് വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസ് വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പെരിമെന്റൽ മൂവീസ് വന്നിട്ടുണ്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഫാബിയും ഐഡിയൽ കുട്ടിച്ചാത്തനൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ മലയാളത്തിൽ വന്ന നല്ലൊരു എക്സ്പെരിമെന്റൽ ഫാന്റസി മൂവീസ് ആണ്. അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി അന്ന് വലിയ വിജയമാവാതെ പിന്നീട് കൾട്ടി ക്ലാസിക്കായ ക്ലാസിക് സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മൂവിയാണ് 1955 പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമ. മലയാളത്തിനകത്തെ ന്യൂ റിയലിസ്റ്റ് മൂവി കൂടിയാണിത്. ലോകത്തിന്റെ ആദ്യത്തെ ന്യൂ റിയലിസ്റ്റിക് മൂവിയായ ബൈസൈക്കിൾ തീവ്സ് നമ്മളെല്ലാം കണ്ടു കാണും. പക്ഷേ ഈ സിനിമ അധികം കണ്ടിട്ടില്ല. ഇത് കാര്യം അങ്ങ് എടുത്തു പറഞ്ഞിട്ടുമില്ല. തെരുവിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് മൂവി തന്നെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ പടമാണ് അമ്മയറിയാൻ. 1986 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ജോൺ അബ്രഹാം ആയിരുന്നു സിനിമയുടെ സംവിധായകൻ. ഒരു നെക്സലേറ്റ് യുവാവിന്റെ മരണവും അതിനുശേഷം നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമകളിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു മൂവി ഈ സിനിമ കൂടിയായിരുന്നു. അതുമാത്രമല്ല കേരളത്തിൽ ആ ഒരു ടൈം നടന്ന ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ വന്ന ആദ്യത്തെ ഒരു മലയാളത്തിലെ ഡോക്യുമെന്ററി ഡ്രാമ ആയിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് മൂവി തന്നെയായിരുന്നു മലയാളത്തിൽ. പിന്നെ അടൂർ ഗോപാലേഷന്റെ മതിലുകൾ. ഈ ഒരു സിനിമ ഒരു നോവൽ അഡാപ്ഷൻ ആണെങ്കിലും സിനിമ എന്നൊരു അനുഭവം വേറെ തന്നെയായിരുന്നു. ലോണിനെസ് എന്താ നല്ലോണം എടുത്തു കാണിച്ചുന്ന ഒരു മലയാള സിനിമ കൂടിയായിരുന്നു മതിലുകൾ. പിന്നെ ജി രവീന്ദ്രന്റെ കുമ്മാട്ടി, കാഞ്ചനസീത, ഇതൊക്കെ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് മൂവി തന്നെയായിരുന്നു മലയാളത്തിൽ. കുമ്മാട്ടി സിനിമയൊക്കെ ലോകപ്രസിദ്ധ ഡയറക്ടറായ മാർട്ടിൻ സ്കോർസെസ് വരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. KG ജോർജിന്റെ ഇരകൾ, യവനിക, ഇതൊക്കെ ഒരു മലയാളത്തിലെ എക്സ്പീരിയൻസ് മൂവി തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ. ഇരകൾ സിനിമയൊക്കെ മലയാളത്തിൽ വന്നതിൽ ഏറ്റവും മികച്ച ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയും കൂടിയാണ്. ഈ ഇരകൾ സിനിമ തന്നെ പിന്നീട് ഇറങ്ങിയ ജോജി എന്ന സിനിമയ്ക്ക് വരെ ഇൻസ്പയർ ആയിട്ടുണ്ട്. അത്രയ്ക്ക് മികച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയും കൂടിയായിരുന്നു ആ ഒരു ടൈമിൽ ഇരകൾ മൂവി. പിന്നെ പത്മരാജ സാറിന്റെ തൂവാനത്തുമ്പിൾ എന്ന സിനിമ ഒരു എക്സ്പീരിയൻസ് മൂവിയാണ്. ഈ ഒരു സിനിമ ഒരു എക്സ്പീരിയൻസ് മൂവിയാണെന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷേ ഇത് അന്ന് കാണുന്ന ലവ് സ്റ്റോറിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അൺകൺവെൻഷൻ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഈ സിനിമ അത്ര വലിയ വിജയമൊന്നും ആയില്ല. പിന്നീടാണ് ഈ സിനിമ ഒരു കൾട്ടി ക്ലാസിക് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഇത് വന്നൊരു മലയാളത്തിൽ ഒരു എക്സ്പീരിമെന്റ് ലവ് സ്റ്റോറി തന്നെയാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് എക്സ്പീരിമെന്റ് മൂവീസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകൾ മാത്രം ചെയ്യുന്ന ഡയറക്ടേഴ്സ് വരെ മലയാളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് LJP, രാഹുൽ സദാശിവൻ, കൃഷ്ണാനന്ദ്, ഇവരെല്ലാം ഒട്ടുമിക്ക പടങ്ങളെല്ലാം എക്സ്പീരിമെന്റ് മൂവീസ് ആണ്. LJPയുടെ സിനിമകളായ ഡബിൾ ബാരൽ, ചുരുളി, ജല്ലിക്കെട്ട്, നൻപകൽ നേരത്ത് മയക്കം, മലയക്കോട്ട വാലിബൻ, ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിമെന്റ് മൂവീസ് ആണ്. ഡബിൾ ബാരൽ സിനിമയൊക്കെ അന്ന് കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത മൂവിയും കൂടിയായിരുന്നു. പിന്നീട് ഇപ്പം കാണുമ്പോഴാണ് ആ സിനിമ എടുത്തു വെച്ചേക്കുന്ന രീതി മനസ്സിലാവുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് LJP എടുത്തു വെച്ചേക്കുന്നത്. ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു കഥയൊന്നുമില്ല. ഒട്ടും ലാഗടിപ്പിക്കാതാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. പിന്നീട് LJPയുടെ ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ് മൂവിയാണ് ജല്ലിക്കെട്ട്, ചുരുളി. ഈ 3 സിനിമകളാണ് പുള്ളിയുടെ ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ് മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കൃഷ്ണാനന്ദിന്റെ പടങ്ങളും എക്സ്പീരിയൻസ് മൂവീസ് ആണ്. ആവാസി ഭൂവും പുരുഷപ്രേതമൊക്കെ അതിന് വലിയൊരു ഉദാഹരണമാണ്. പക്ഷേ പുള്ളിയുടെ പടങ്ങളിൽ നല്ലൊരു കാസ്റ്റും നല്ല പ്രൊമോഷനെ കൊടുത്തിറങ്ങി നല്ല വിജയമാവേണ്ട പടങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് മൂവീസ് ആണ്. അതുകൊണ്ട് മിക്സ് റിവ്യൂസ് ആയിരുന്നു സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. നല്ലൊരു സ്റ്റാർ കാസ്റ്റും പ്രൊമോഷനെ കൊണ്ടുവരുന്നെങ്കിൽ പുള്ളിയുടെ പടം നല്ലൊരു സക്സസ് ആവേണ്ടതായിരുന്നു. കുറച്ച് നാൾക്ക് വെച്ചാണ് പുള്ളിയുടെ പടങ്ങളിൽ കുറച്ച് കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ സാധിച്ചത് തന്നെ. മലയാളത്തിൽ നല്ലവണ്ണം ഹൊറർ ജോണീസ് കൈകാര്യം ചെയ്യുന്ന ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. പുള്ളി ആദ്യം ചെയ്യുന്ന ഒരു സിനിമ ഒരു ഏലിയൻ ഇൻവെൻഷൻ മൂവിയാണ് മലയാളത്തിൽ ആദ്യത്തെ തന്നെ. റെഡ് ട്രെയിൻ എന്നാണ് സിനിമയുടെ പേര്. സിനിമ അന്ന് അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല. പിന്നീട് TV-യിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സിനിമ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂതകാലം എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമ ഒരു ഹൊറർ മൂവിയും കൂടിയായിരുന്നു. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒരിക്കലും ഗോസ്റ്റിനെ അവർ എടുത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ ഈ ഒരു പടം. അതുകൊണ്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിമെന്റൽ ഹൊറർ മൂവിയും കൂടിയാണ് ഈ ഒരു സിനിമ. അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് വന്നൊരു പടം കൂടിയാണ് ബ്രഹ്മയുഗം. മലയാളത്തിനകത്തെ ഫ്ലോക്ക് ഹൊറർ മൂവിയും കൂടിയാണ് ഇത്. ലൈറ്റ് ഹൗസും തുമ്പാടെ കണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ ഇടയ്ക്കോട്ടാണ് ഈ ഒരു സിനിമ ഇറക്കി വിട്ടത്. ഈ ഒരു സിനിമ ഒരു എക്സ്പീരിമെന്റൽ മൂവിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു വിജയം ആരും വിചാരിച്ച് കാണത്തില്ല. കൂടാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയും കൂടിയാണ്. അതുമാത്രമല്ല മമ്മൂട്ടി ആ ഒരു ടൈമിൽ ഒരുപാട് ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിരിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൂവീസും ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് സെലക്ഷൻ നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ടറായിട്ട് ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്യും. സിനിമയിൽ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ സിനിമയുടെ മ്യൂസിക്, പിന്നെ സിനിമയുടെ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മലയാളത്തിൽ വലിയ രീതി കൊമേഴ്ഷ്യലി സക്സസ് ആയ എക്സ്പെരിമെന്റൽ മൂവിയും കൂടിയായിരുന്നു ബ്രഹ്മയുഗം. പിന്നീട് ആക്ടേഴ്സിന്റെ സൈഡിൽ നോക്കിയാലും ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസ് കാണാൻ പറ്റും. പൃഥ്വിരാജിന് ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസ് ഉണ്ട്.
ആദം ജോൺ, രണം, ഡബിൾ ബാരൽ, നയൻ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് മൂവീസ് ആയിരുന്നു പൃഥ്വിരാജ്. പക്ഷെ ആ ഒരു ടൈമിലാണ് ഈ സിനിമകളെല്ലാം ഇറങ്ങിയത്. ഈ ഒരു മാറിയ ഓഡിയൻസിൻ്റെ ഇടയ്ക്കാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ വിജയിച്ചാണ്. കാരണം പൃഥ്വിരാജിൻ്റെ സിനിമകൾ നല്ലോണം പ്രൊമോഷൻ ചെയ്യുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് നല്ലോണം ആളുകളിലേക്ക് എത്തും ഈ സിനിമ എങ്ങനെയാണ്, എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സിനിമകൾക്ക് ഇപ്പം നല്ലൊരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ മലയാളത്തിൽ വലിയ രീതിയിൽ കൊമേഴ്ഷ്യലി സക്സസ് ആയ ഒരു എക്സ്പീരിമെൻ്റ് മൂവിയും കൂടിയായിരുന്നു തല്ലുമാല. ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത് തന്നെ ലോൺലി ശൈലിയിലാണ്. നോർമലായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന രീതി ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നോർമൽ മൂവി പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. ലോൺലിയിലായിട്ട് കാണിച്ചപ്പോഴാണ് ആ സിനിമയുടെ ശരിക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരുന്നത്. അന്നേ വരെ മലയാള സിനിമ കാണാത്തൊരു ഫിലിം എഡിറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ് വരുന്ന ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു സിനിമയും അന്ന് വലിയൊരു കൊമേഴ്ഷ്യലി സക്സസ് ആയ ഒരു എക്സ്പീരിമെൻ്റ് മൂവിയും കൂടിയാണ്. പിന്നെ മമ്മൂട്ടിയുടെ തന്നെ വേറെ കൈൻഡ് ഓഫ് എക്സ്പീരിമെൻ്റ് മൂവിയായിരുന്നു റോഷാക്ക് എന്ന മൂവി. മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും കൂടിയായിരുന്നു ഇത്. സിനിമയ്ക്ക് ഓവറോൾ ഒരു മിക്സ് റിവ്യൂസ് ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ മെയിൻ സ്ട്രീം റിവ്യൂവേഴ്സിൻ്റെ അടുത്ത് നിന്ന് പോസ്റ്റ് റിവ്യൂസ് ആയിരുന്നു സിനിമ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം നല്ല വിജയം തന്നെ ആയിരുന്നു ആ ഒരു ടൈമിൽ. അന്നൊന്നും കാണാത്തൊരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ വൈറ്റ് റൂം ടോർച്ചറിങ് നല്ലോണം എടുത്തു കാണിച്ചിരുന്ന സിനിമയും കൂടിയായിരുന്നത്. അന്നൊരു പുതിയമുള്ളൊരു കൺസെപ്റ്റും കൂടിയായിരുന്നു ആ ഒരു ടൈമിലത്. ഒരു നോർമൽ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ കൂടി ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫീലിംഗ് നേരെ ഇതിൻ്റെ മേക്കിംഗ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് വന്നൊരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് മൂവി തന്നെയായിരുന്നു റോഷാക്ക് എന്ന മൂവി. പിന്നീട് ഈയിടയ്ക്ക് വന്ന പടങ്ങളാണ് ഗഗനചാരി, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ലെവൽ ക്രൂസ് മൂവി എടുത്തു വെച്ചേക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ വേണ്ട രീതിയിലൊരു പ്രൊമോഷനോ മാർക്കറ്റിങ്ങോ ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമയൊന്നും അത്ര വലിയ വിജയമൊന്നും ആയിരുന്നു. ഇതിനകത്ത് ഗഗനചാരിക്ക് മാത്രമേ കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതേപോലെയാണ് മിന്നൽ മുരളി. മലയാളത്തിൽ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവിയാണ് മിന്നൽ മുരളി. ഒരു ഒറിജിൻ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന സൂപ്പർ ഹീറോ മൂവീസിൻ്റെ അതേ സ്റ്റോറി ലൈനാണ് ഈ സിനിമയിൽ ഉള്ളത്. ഒരു നാടൻ ശൈലിയിലാണ് ഈ ബേസിൽ ജോസഫ് എടുത്തു വെച്ചേക്കുന്നത്. മലയാളത്തിൽ ആദ്യത്തെ സൂപ്പർ ഹീറോ അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെരിമെൻ്റ് മൂവി തന്നെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒരു ആവറേജ് ഗ്രോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി ഒരുപാട് എക്സ്പീരിയൻസ് മൂവീസ് മലയാളത്തിൽ വരാതിരിക്കുന്നുണ്ട്. അതിൽ 3 എണ്ണം സോംബി അപ്പോക്കലിക് മൂവീസും കൂടെയാണ്. ഗഗനചാരി ടീമിൻ്റെ തന്നെ വാല എന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നമ്മൾ നോർമലി കാണുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലി സിനിമകളുടെയും സീരീസിൻ്റെയും ആ ഒരു ഫീൽ തരാൻ ഈ ഒരു ചെറിയൊരു ടീസറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഷ്വലും മേക്കിംഗ് ക്വാളിറ്റി, ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി എല്ലാം നല്ലൊരു പ്രതീക്ഷ വരുന്ന തന്നെയാണ് ഈ സിനിമയുടെ ടീസർ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ജാംബി, മഞ്ചേശ്വര മാഫിയ ഇതൊക്കെയാണ് ഇനി വരായിരിക്കും സോംബി സിനിമകൾ മലയാളത്തിൽ. പിന്നെ ഇനി വരാൻ പോകുന്ന സൂപ്പർ ഹീറോ മൂവിയാണ് മൾട്ടിവേഴ്സ് മന്മഥൻ. നിവിൻ പോളിയാണ് ഇതിനകത്ത് മെയിൻ ലീഡായിട്ട് വരാൻ പോകുന്നത്. മിന്നൽ മുരളിനെ പോലെ ഒരു നാടൻ ശൈലിയിൽ എടുക്കാതെ കുറച്ച് ലാർജർ ദാൻ ലൈഫ് സ്റ്റൈലുള്ള മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും മലയാളത്തിൽ.